ഓഹരി വിപണിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഓഹരി വിപണിയിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ? പക്ഷേ വിപണിയെക്കുറിച്ച് അറിയാവുന്നവരും നിക്ഷേപം നടത്തിയിട്ടുള്ളതുമായ ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. ലോക്ക്ഡൌൺ സമയത്ത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് ഓഹരി വിപണിയിൽ കച്ചവടം നടത്തി ലാഭമുണ്ടാക്കിയത്. ഇങ്ങനെ ചെറുപ്പക്കാർ കൂട്ടത്തോടെ വിപണിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ലോക്ക്ഡൌൺ തുടങ്ങിയതിനു ശേഷം 40 ലക്ഷത്തോളം പുതിയ നിക്ഷേപകരാണ് വിപണിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതോടെ 2 കോടി നിക്ഷേപകരുണ്ടായിരുന്ന ഇന്ത്യൻ വിപണിയിൽ ഇപ്പോൾ ഏകദേശം 2.5 കോടി നിക്ഷേപകരാണുള്ളത്. വിപണിയെക്കുറിച്ച് കൃത്യമായ അറിവോ ധാരണയോ ഇല്ലാതെയാണ് പുതിയതായി എത്തിയ ഭൂരിഭാഗം പേരും മാർക്കറ്റിലേക്ക് നിക്ഷേപം നടത്തുന്നത്. ലോക്ക്ഡൌൺ കാലത്തും മറ്റും വീടുകളിൽ ഇരിക്കേണ്ടി വന്നപ്പോൾ സ്വന്തം സ്മാർട്ട് ഫോണും ഡിസ്കൗണ്ട് ബ്രോക്കർമാരുടെയും സഹായത്തോടെയാണ് ഇവർ മാർക്കറ്റിലേക്ക് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. 30 വയസ്സിന് താഴെയുള്ള യങ് ജനറേഷൻ ട്രേഡർമാരിൽ ഭൂരിഭാഗവും ടെക്കികളാണെന്നാണ് സൂചന. ഈ ട്രേഡർമാരിൽ പലരും വില കുറഞ്ഞ നിലവാരമില്ലാത്ത ഓഹരികളിലാണ് നിക്ഷേപം നടത്തുന്നത്. 10 രൂപയിൽ താഴെ മാത്രം വിലയുള്ള നിലവാരം കുറഞ്ഞ ഓഹരികളിൽ പണമെറിയുന്നത് വൻ നഷ്ടത്തിന് വഴിയൊരുക്കുമെന്നാണ് മുന്നറിയിപ്പ്. മാർക്കറ്റ് വളരെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമാണ് ലഭിക്കുന്നത്. ഫെയർ ഡിസ്കൗണ്ട് വാല്യൂവിൽ സ്റ്റോക്ക് ലഭിക്കുമ്പോൾ വാങ്ങിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ രീതിയെന്നാണ് പൊതുവെ പറയുന്നത്. അതിനാൽ തന്നെ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്ക് വാങ്ങിയ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടമുണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിഫലനമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് പൊതുവെയുള്ള ഒരു സങ്കല്പം. അതായത് മികച്ച രീതിയിലുള്ള ബിസിനസ് എല്ലായിടത്തും നടന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് മുന്നോട്ട് പോകും. ഇപ്പോൾ സമ്പദ് വ്യവസ്ഥ രൂക്ഷമായ മാന്ദ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മാർക്കറ്റ് മാത്രം ഉയർന്നു നിൽക്കുന്നതിൽ നിരവധി പേർ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുമ്പോൾ ഓഹരി വിപണി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പരിശോധിക്കാം. ആഭ്യന്തര വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഗണ്യമായ തോതിൽ നിക്ഷേപം നടത്തുന്നതാണ് ഓഹരി വിപണി കുതിച്ചുയരുന്നതിനുള്ള പ്രധാന കാരണം. ലിക്വിഡിറ്റി നിലനിൽക്കുന്നതിനാലാണ് ഇത്തരത്തിൽ വൻതോതിലുള്ള നിക്ഷേപം നടക്കുന്നത്. ജനുവരിക്ക് ശേഷമുണ്ടായ 39.4% ഇടിവിൽ നിന്നും വിപണി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ഓഗസ്റ്റിൽ മാത്രം 45,700 കോടി രൂപയാണ് വിദേശത്തു നിന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിച്ചത്. പക്ഷേ ഹ്രസ്വകാല നിക്ഷേപം നടത്തുന്ന ഇവർ പരമാവധി 1 മാസത്തിനകം ലാഭമെടുത്ത് വിപണിയിൽ നിന്ന് പിന്മാറും. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, HDFC ബാങ്ക്, ഇൻഫോസിസ് എന്നിവയാണ് മാർച്ച് 23 മുതലുള്ള വിപണിയുടെ കുതിപ്പിന് പിന്നിൽ പ്രധാന പങ്കുവഹിച്ച ഓഹരികൾ. അതേസമയം ഓഹരി വിപണിയിലെ ഈ കുതിപ്പ് വലിയൊരു കറക്ഷനിലേക്ക് നീങ്ങുമെന്ന് RBI ഗവർണറും വിദഗ്ധരും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കറക്ഷനിലേക്ക് പോകുമ്പോൾ പെരുകി വരുന്ന മുതൽക്കൂട്ട് നഷ്ടമാകുമെന്നാണ് സൂചന. എല്ലാവരും എടുത്തുചാടി നിക്ഷേപം നടത്തുമ്പോൾ വിപണിയിലേക്ക് ഇറങ്ങാതെ മറ്റുള്ളവർ നിക്ഷേപം നടത്താതിരിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ബുദ്ധിമാനായ നിക്ഷേപകൻ ചെയ്യേണ്ടതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ദീർഘകാലത്തെ അനുഭവ പരിചയവും അറിവുമുള്ളവർ ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതിനാൽ വിപണി മുന്നേറുമ്പോൾ നിലവാരം കുറഞ്ഞ ഓഹരികളിൽ നിന്ന് നിക്ഷേപം ഇരട്ടിപ്പിക്കാമെന്ന ചിന്ത ഉപേക്ഷിച്ച് ഗുണമേന്മയുള്ള മികച്ച ഓഹരികളിൽ കൂടുതൽ പണം നിക്ഷേപിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ വിപണി മുന്നേറുന്നതിനെ തുടർന്ന് കണ്ണുമടച്ച് നിക്ഷേപം നടത്തുന്ന യങ് ജനറേഷൻ ട്രേഡർമാർ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്.